ചേർത്തല മുട്ടം ഹോളി ഫാമിലി LPGS മഠം സ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. ഇതോടൊപ്പം പ്രതിഭകളെയും ആദരിച്ചു. ചേർത്തല മുട്ടം ഹോളി ഫാമിലി LPGS മഠം സ്കൂളിൻ്റെ 104ാമത് വാർഷികാഘോഷവും പ്രതിഭകളെ ആദരിക്കലും വർണ്ണാഭമായി. നാട്ടുകൂട്ടം കലാകാരന്മാരുടെ നാടൻ പാട്ടരങ്ങ് ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിനിമാ തിരക്കഥാകൃത്തും 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാർനാട് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന് അക്ഷരങ്ങൾ ഏതൊക്കെയാ? എന്നത് നമ്മുടെ ഭാവമാണ്. ഭാവം, അതായത് ഇന്ത്യക്ക് പല ഭാവങ്ങളുണ്ട്. കശ്മീരിന്റെ ഭാവമല്ല നമ്മുടെ തമിഴ്നാടിന്റെ ഭാവം, അതല്ല രാജസ്ഥാൻ മരുഭൂമിയുടെ ഭാവം, അതല്ല കേരളത്തിന്റെ ഭാവം. അതാണ് ഭ. രാ എന്നത് രാഗമാണ്. ഇവിടെ പാട്ടുകൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഹിന്ദുസ്ഥാനി പഠിക്കുന്നവരുണ്ടാവും, കർണാട്ടിക് സംഗീതം പഠിക്കുന്നവരുണ്ടാവും, പുല്ലാങ്കുഴ പഠിക്കുന്നവരുണ്ടാവും. ഓരോ നാടിനും ഓരോ രാഗമാണ്. ബംഗാളിൽ ബാവുൾ സംഗീതമാണ്. നമ്മുടെ ഹിന്ദി സ്ഥലത്ത് എന്നാൽ ഹിന്ദുസ്ഥാനി ഗസലുകൾ കേൾക്കാം. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊരു സംഗീതം. അപ്പൊ ഓരോ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനത്തിനും ഓരോ രാഗങ്ങളാണ്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സിമി ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഥമാധ്യാപകൻ ബെന്നി ജോൺ സ്വാഗതം പറഞ്ഞു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി മധു, PTA പ്രസിഡന്റ് ജിബിൻ കെ ജോസ്, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, MBTA പ്രസിഡന്റ് ഡയാന ആഗ്നസ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് പ്രതിഭകളെ ആദരിച്ചു. പ്രദീപ് കോഴിശ്ശേരി പ്രതിഭാ പുരസ്കാരം നേടിയ നിള KS, പർവ്വതാരോഹക അന്ന മേരി ഞാറക്കാവേലി, കേരള നിയമസഭ ഓൺലൈൻ കഥ പറയൽ മത്സരത്തിൽ സംസ്ഥാനതല വിജയി അന്ന തെരേസ റൂബി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഫാദർ ജോസ് പാലത്തിങ്കൽ എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് NG എൽസമ്മ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിൻ മീഡിയ, ചേർത്തല.